കുശുമ്പായിരിക്കും അല്ലേ ഇവർക്ക് ഈ നെഗറ്റീവ് പറയുന്നത്. ഞാൻ എപ്പോഴും ചിന്തിക്കും, ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ ഭർത്താവിനെ ഒന്നും പ്രേമിക്കാൻ പോകുന്നില്ല, അവരുടെ മക്കളെ പിടിക്കാൻ പോകുന്നില്ല. ഞാൻ എന്റെ കാര്യം കൊടുത്ത വസ്തു ഞാൻ നേരിട്ട് പോയി കണ്ടതാണ്. ഒരിക്കലും ആരും ചെയ്യാത്ത കാര്യം. അദ്ദേഹത്തിന് അത്രയും ഏക്കർ സ്ഥലം അവിടെ ഉണ്ടായിട്ടും അതിൽ സെന്ററിൽ അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്ന് തന്നെ ആ ഒരു വസ്തു അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അത് എന്തോ വലിയ ആ ഒരു വസ്തുവിന്റെ ഏതെങ്കിലും മൂലയ്ക്കോ മുക്കിലും കൊടുത്തിനെയും കൂടെ, കാരണം അദ്ദേഹത്തിന്റെ മനസ്സാണ് എനിക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത്. ആ ഇടയിലോട്ട് ഇട്ട് തരികയും ചെയ്തു. ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പല വീഡിയോസിൻ്റെ താഴെയും വരുന്ന കമൻസ് ആണ്, നിങ്ങളന്ന് ചേർന്ന് ബിഷപ്പിനെ കുറ്റം പറഞ്ഞതല്ലേ. ഈ ഒരു കമൻസ് മാത്രമാണ് ഏറ്റവും കൂടുതലും. ഒത്തിരി എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടുന്നേ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയും രേണു പറയുന്ന ഒരു കാര്യവും പിന്നെ അത് ഇച്ചിരി കൂടെ കേട്ടോ, രേണു പറയുന്നത് പിന്നെ ശ്രീതു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ, അത് കൂടെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ രേണു എന്നെയാണ് പറയുന്നത്, രേണുവിനെ വിറ്റാണ് എല്ലാവരും ജീവിക്കുന്നത്, യൂട്യൂബേഴ്സ് എല്ലാം അരി മേടിക്കുന്നത് അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. എന്നാൽ പിന്നെ രേണുവിനെ കൊണ്ട് തന്നെ അങ്ങ് അരി മേടിച്ചേക്കാമെന്ന് ഞാനും കരുതി. എന്നാണെങ്കിലും പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരിയെ കൊണ്ടാണ് അരി മേടിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ പുള്ളിക്കാരി പറയുമ്പോൾ അതിനെന്തെങ്കിലും പുള്ളി പറയുന്ന ഈ ഒരു കാര്യമെങ്കിലും സത്യമായിട്ട് മുന്നോട്ട് പോകണ്ടേ, അല്ലാതെ എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരി നുണയാണ് പറയുന്നത്. അപ്പോൾ ഇതേലും സത്യമായിട്ട് പോട്ടെ വിചാരിച്ച് അതോടെ ഇരിക്കട്ടെ. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ നമ്മുടെ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ രേണു പറയുന്ന ഒരു കാര്യം നമുക്കൊന്ന് കേൾക്കാം. എന്ത് പറഞ്ഞാലും എനിക്ക് കുറ്റം പറയാൻ കുറേ എന്ത് ഇവരുടെ മനസ്സിൽ എനിക്കത് ഇവരുടെയൊക്കെ വീട്ടിൽ ചെന്ന് ഞാൻ എന്തെങ്കിലും കുശുമ്പായിരിക്കും അല്ലേ ഇവർക്ക് ഈ നെഗറ്റീവ് പറയുന്നത്. ഞാൻ എപ്പോഴും ചിന്തിക്കും, ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ ഭർത്താവിനെ ഒന്നും പ്രേമിക്കാൻ പോകുന്നില്ല, അവരുടെ മക്കളെ പിടിക്കാൻ പോകുന്നില്ല. ഞാൻ എന്റെ കാര്യം നോക്കി ജീവിക്കുന്നു, ഞാൻ ആരെ ഒന്നിനും പറയാം. പുള്ളിക്കാരി ആരെ ഒന്നും പറയാൻ വരുന്നില്ല. പുള്ളിക്കാരിയെ പറ്റി നെഗറ്റീവ് പറയുന്നത് ഒന്നാമത് പുള്ളിക്കാരി പറയുന്നത് കുശുമ്പ്. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ, കുശുമ്പ് എന്നുണ്ടെങ്കിൽ അങ്ങനെയെങ്കിൽ ഇരിക്കട്ടെ. പക്ഷേങ്കിൽ ഈ രണ്ടാമത് പറഞ്ഞ കാര്യങ്ങൾ, അവരുടെ ഭർത്താക്കന്മാരെ ഞാൻ പിടിക്കാൻ ചെന്നു, അവരുടെ വീട്ടിലുള്ള അവരുടെ ആൺമക്കളെ, ഇത് ഷബീന ബീബിയുടെ ഇതിൽ ആ കൊച്ചിനെ വെച്ച് ഇവള് പറഞ്ഞായിരുന്നു. പുള്ളിക്കാരി ഒരുപാട് ഇളയതാണ് ആ കൊച്ച്. അതിനെ വെച്ച് ഷബീന ബീബിയുടെ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് അവർ നല്ല കണ്ണ് പൊട്ടുന്ന ചീത്തയാണ് ഇവളെ വിളിച്ചത്. ഇവള് ഈ ജന്മത്തിന് ഇങ്ങനത്തെ വർത്തമാനം പറയാത്ത രീതിയിലാണ് അവർ ചീത്ത വിളിച്ചത്. ഇവള് ഈ നെഗറ്റീവ് പറയുന്നവരുടെ വീട്ടിലെ ഈ ആണുങ്ങളെയും അവരുടെ ആൺമക്കളെ മാത്രം ഇവൾക്ക് മതിയോ? അവരുടെ വീട്ടിൽ പെൺമക്കളുണ്ടല്ലോ. പിന്നെ ഈ നെഗറ്റീവ് പറയുന്നത് പെണ്ണുങ്ങൾ മാത്രമല്ലല്ലോ പറയുന്നത്, ആണുങ്ങൾ പറയുന്നില്ലേ? അവൾക്ക് ആരെയും പറയാനില്ലേ? ഈ ഓരോ വീട്ടിലെ ആണുങ്ങളെ പറയുന്ന ആണുങ്ങളെ അവർക്ക് ഭർത്താക്കന്മാരെ ഞാൻ നോക്കിയോ? ഇവൾക്ക് ഈ വല്ലവരുടെയും ഭർത്താക്കന്മാരെ അടിച്ചു മാറ്റുക, അല്ലെങ്കിൽ വല്ലവരുടെ ആൺമക്കളുടെ പുറകെ പോവുക, ഇതൊക്കെയാണ് ഇവൾക്ക് അറിയത്തുള്ളൂ. ഇവൾ എത്ര ഒരു വേറും കച്ചറയാന്നുള്ളതിൻ്റെ ഉള്ള തെളിവാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വായി വരുന്നത്. കഴിഞ്ഞ ദിവസം മൊത്തം വടയുടെ കഥയും പറഞ്ഞ് നടക്കുമായിരുന്നു. അത് പറഞ്ഞാൽ നാണമില്ലാത്തവൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിന് നാണം വരത്തില്ല. ഇപ്പം തന്നെ പുള്ളിക്കാരിക്ക് അറിയാൻ മേല എന്തുകൊണ്ടാണ് എല്ലാവരും നെഗറ്റീവ് പറയുന്നത്, എന്നതിനാണ് നെഗറ്റീവ് പറയുന്നതെന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും. എന്നതാണ് കാണിച്ചു വെക്കുന്നത്, എന്നതൊക്കെയാണ് കാണിച്ച് കൂട്ടുന്നത്. ഒരു മാന്യമായിട്ട് ജീവിക്കുന്ന ഏതെങ്കിലും പെണ്ണുങ്ങൾ കാണിക്കുന്ന പരിപാടി വല്ലതാണോ നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത്? എന്നിട്ട് നിങ്ങൾ വലിയ വെളുപ്പിക്കലും കൂടെ കൊണ്ടുവരുമ്പോഴാണ് നിങ്ങളെ ഇത്രയും എതിർക്കാൻ തുടങ്ങിയത്. ബിഷപ്പിനെ നിങ്ങൾ ചീത്ത വിളിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് നിങ്ങളുടെ നാശം അവിടെ തുടങ്ങിയതാണ് നിങ്ങളുടെ നാശം. അന്ന് മുതലാണ് നിങ്ങളുടെ കൂടെ കൂടിയവർ പോലും നിങ്ങളെ ഇട്ടച്ച് പോകാനുള്ള കാരണം എന്തുകൊണ്ടാണ്? നിങ്ങളുടെ വായിലെ നാക്ക്. ഇപ്പോൾ വലിയ മാന്യമായിട്ടൊരു വർത്തമാനം കൊണ്ട് വന്നിരിക്കുന്നു. പിന്നെ ചിലപ്പോൾ അത് ശരിയായിരിക്കും, പുള്ളിക്കാരുടെ സൗന്ദര്യം കണ്ടിട്ടായിരിക്കും. ആ വാ തന്നെ കണ്ടാൽ മതി, ഇങ്ങേറ്റം പോലെ അങ്ങേറ്റം വരെ കീറി വെച്ച് വാ കാണുമ്പോൾ തന്നെ നമുക്ക് കുശുമ്പ് തോന്നൂല്ലോ. ആ വായിക്കകത്ത് വരുന്ന വാക്കുകൾ കൂടെ കേൾക്കുമ്പോഴത്തേക്ക് അതിലേറെ കുശുമ്പുകൾ നമുക്ക് തോന്നില്ല. അത്രയ്ക്കും നല്ല പരിശുദ്ധമായ വാക്കുകളാണല്ലോ വായിന്ന് വരുന്നത്. എന്നിട്ട് പറയുന്നതാണ് കുശുമ്പാണ്. എന്നാത്തിന് കുശുമ്പ് കാണാൻ? ഈ ആകെപ്പാടെ 1 ഇഞ്ച് നീളവും ഒരു അസ്ഥികൂടം പൊലിക്കുന്ന സാധനത്തിൽ ആർക്ക് എന്നാ കുശുമ്പ് തോന്നാനായിട്ടാ? പുള്ളിക്കാരുടെ ഇത് ഞാൻ പറയില്ല, ഇതിന് വിവരമില്ലായ്മ ഒരു അലങ്കാരമായിട്ടും അഹങ്കാരം അതിനൊരു മൂടുപടമായിട്ടും കൊണ്ടു നടക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ ഈ ഓരോരുത്തരുടെ വീട്ടിലെ ആണുങ്ങളെയും ആൺമക്കളെയൊക്കെ പറഞ്ഞെന്നൊക്കെ ചോദിച്ച് എന്നാൽ മോൾ ഓരോ സ്ഥലത്തും ഓരോ പരിപാടിക്ക് നടക്കുന്നുണ്ട്. ചെല്ലുന്നിടത്ത് നിന്ന് മേടിച്ച് കെട്ടാതിരുന്നാൽ ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി. കുറേ കഴിയുമ്പം ആൾക്കാർ ശരിക്കും, ഇന്നലെ തന്നെ ഞാനൊരു വീഡിയോ ഇട്ടതിനകത്ത് അതിനകത്തൊരു വോയിസ് അവർ പറയുന്നുണ്ട്, അവർ ഇടുക്കിയിലെങ്ങാണ്ടുള്ളതാണ്, അല്ലെങ്കിൽ അവരിവിടെ അടുത്തെങ്ങാനും ഒരു ഇന്ന് ചൂലും കൊണ്ട് അടിച്ച് ഓടിച്ചായിരുന്നതിന്. കാര്യം അത്രയ്ക്ക് വെറുപ്പാണ്. അവരൊരു ഭർത്താവില്ലാതെ താമസിക്കുന്നവരാണ്, അവർക്ക് ഇവളോട് തോന്നിയിരിക്കുന്ന വെറുപ്പ്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, ഇതുപോലെ എത്ര മനുഷ്യർക്കുണ്ട് വെറുപ്പ് ഇവളോട്. എന്നിട്ട് അസൂയാണ്.
അസൂയപ്പെടാൻ പറ്റിയൊരു സാധനം. ഞാൻ ഇനി പറയാൻ പോകുന്നത് വെച്ചാൽ ശ്രീതു ഇട്ട ഒരു വീഡിയോയുടെ ഇതാണ് പറയുന്നത്. ശ്രീതു പറയുന്ന കാര്യങ്ങൾ കുറേയൊക്കെ കറക്റ്റുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും പലരും വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്, നിങ്ങൾ ബിഷപ്പിനെ ഒന്ന് അങ്ങനെ, അത് കഴിഞ്ഞു പോയ കാര്യമാണ്. കഴിഞ്ഞു പോയ കാര്യം തന്നെയല്ല. അവർ ഇപ്പോൾ അതിൻ്റെ കേസും കാര്യങ്ങളും നടക്കുന്നുണ്ട്. സജിന അതിനെപ്പറ്റി ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത്. കാര്യം ഇപ്പോൾ അവർക്ക് അതിനെപ്പറ്റി ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. സജിനയുടെ പേരിലാണ് കേസ് വരെ വന്നിരിക്കുന്നത്. അത് ഇവളെ സഹായിക്കാൻ പോയത്, ഇവളെ സ്നേഹിക്കാൻ പോയതാണ്, ഇവർക്ക് സപ്പോർട്ട് നിൽക്കാൻ പോയിട്ടാണ് അവർക്ക് ഇങ്ങനെ കിട്ടിയത്. അല്ലാതെ അവരോട് ഈ ബിഷപ്പ് ഒന്നും ചെയ്യുകയോ അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും പറയുകയോ ചെയ്തിട്ടല്ല. ഇവർ ബിഷപ്പും ഈ സജിനയും തമ്മിൽ യാതൊരു ശത്രുതയില്ല. അവർ ഈ രേണുവിന് വേണ്ടി സൈഡ് പിടിക്കാൻ പോയാണ് അവർ ഈ ചീത്തവിളി, നാട്ടുകാരുടെയും ചീത്തവിളി കേട്ട് അവർക്ക് കേസ് പോയി അവളുടെ പുറകെ നടന്ന്. ലാസ്റ്റ് അവളോ അവരോട് അഹങ്കാര രീതിയിൽ, നിങ്ങളൊന്നും ഇല്ലെങ്കിലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ കാണിക്കും, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ സപ്പോർട്ടൊന്നും എനിക്ക് വേണ്ട എന്നുള്ള മൈൻഡിൽ അവരെന്നിട്ട് ഇവളെ ന്യായീകരിക്കാൻ വേണ്ടി വന്നതാണ്. അവർക്ക് വീണ്ടും അതിനൊക്കെ വലിയ തിരിച്ചടി കിട്ടി അവർ പോയിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോയിൽ ഇങ്ങനെ സജിനയുടെ കാര്യം പറഞ്ഞപ്പം ഒരാൾ വന്നിട്ട് കമൻറ്റ് ചെയ്ത് സജിനെ വിശ്വസിക്കാൻ കൊള്ളുകയില്ല, സജിന എപ്പോൾ വേണേലും സ്വഭാവം മാറാമെന്ന്. അത് നമുക്ക് ബാധകമല്ല. സജിന എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ മാറുന്നെങ്കിൽ മാറും. നല്ലത് കണ്ടാൽ നല്ലതെന്ന് തന്നെ ഞാൻ പറയും. അതിന് ഏത് കാര്യമാണേലും നല്ലതെന്ന് മാത്രമേ പറയത്തുള്ളൂ. പോസിറ്റീവ് പറയേണ്ടത് പോസിറ്റീവായിട്ട് തന്നെ പറയും, നെഗറ്റീവായിട്ട് പറയേണ്ടതല്ല നെഗറ്റീവായിട്ട് തന്നെ പറയത്തുള്ളൂ. അപ്പോൾ ശ്രീത് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതുപോലെ നമ്മുടെ ബിഷപ്പും കൂടാതെ നമ്മുടെ സജീന ചേച്ചിയും തമ്മിലുള്ള ഒരു കേസ് നിലവിൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ആദ്യം ഈ പറയുന്ന ലൈവിലൂടെ ആയാലും അതല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ആയാലും നമ്മൾ ബിഷപ്പിനെ വിമർശിച്ച 2 വ്യക്തികളാണ് ഈ പറയുന്ന ഞാനും സജീന ചേച്ചിയും എന്ന് പറയുന്നത്. കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വിമർശിക്കാൻ കാരണം ഒരു ബിഷപ്പ് എന്നുള്ള രീതിയിൽ പറയാൻ പാടില്ലാത്ത 1-2 വീഡിയോസ് നിങ്ങൾക്ക് അറിയായിരിക്കും. തേഞ്ഞൊട്ടി എന്ന് പറയുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ ബിഷപ്പിനെ നമ്മുടെ യൂട്യൂബേഴ്സ് എന്നല്ല, നമ്മുടെ കുറച്ച് മീഡിയാസില്ലേ ഇൻ്റർവ്യൂസ് എടുക്കുന്നത്. അപ്പോൾ അത് അവരെ ബിഷപ്പിനെ ഈ ഒരു രീതിയിൽ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു ഇൻ്റർവ്യൂ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല ആദ്യം. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ബിഷപ്പ് അത് ചെയ്തത് ശരിയായില്ല എന്നുള്ള പേരിൽ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആ ഒരു വീഡിയോസൊക്കെ ഇട്ടത്. പക്ഷേ ശ്രീതു പറയുന്ന കാര്യങ്ങൾ, ശ്രീതു ഇതൊക്കെ ഞങ്ങൾക്കൊക്കെ മനസ്സിലായായിരുന്നു, നിങ്ങൾക്കേ ഉള്ളായിരുന്നു മനസ്സിലാകാതെ പോയത്. സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു കട്ട് ചെയ്ത് ഇട്ടതാണെന്നുള്ളതും കാര്യം. അത്രയും നല്ലൊരു ഇതിലിരിക്കുന്നൊരു മനുഷ്യൻ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയലെന്ന് ചിന്തിക്കാനുള്ള ബോധം ഈ റിയാക്ട് ചെയ്ത എല്ലാ മനുഷ്യർക്കും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് എന്നതിനാന്ന് ചോദിച്ചാൽ, ആ ഒരു ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നതിനെന്ന് വെച്ചാൽ ഒരിക്കലും അദ്ദേഹം അങ്ങനെ ചെയ്യലെന്ന് ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാര്യം എന്നു വെച്ചാൽ ഈ ഇൻ്റർവ്യൂ അദ്ദേഹത്തോട് പോയി എടുത്തയച്ച് എൻ്റെതും അദ്ദേഹം പറഞ്ഞു നിന്ന് അത് ഇവള് തന്നെ വിട്ട ആൾക്കാർ തന്നെയായിരിക്കും വേണമെങ്കിൽ. ആ പാവം പിടിച്ച മനുഷ്യനെ നെഗറ്റീവ് അടിച്ച് പുറത്തോട്ട് വിട്ട് കഴിഞ്ഞാൽ ഇവൾ അതിനകത്തല്ലേ. അപ്പോൾ ഇവർക്ക് കുറച്ചും കൂടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി കാണിച്ച പരിപാടിയാണ് അത്. നിങ്ങൾ മാത്രമുള്ളെടുത്ത് അങ്ങനെ ഒരു റിയാക്ട് ചെയ്തത്, വേറെ ആരും അതിനെ അദ്ദേഹത്തിന് എതിരായിട്ട് റിയാക്ട് ചെയ്യാൻ പോയിട്ടില്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിക്കുമ്പം അതൊന്നും ആലോചിച്ചതിന് ശേഷം, അത് ഇങ്ങനെ ഒരു പദവിയിലിരിക്കുന്ന മനുഷ്യരെ പറ്റിയൊക്കെ നമ്മളൊരു കാര്യം പറയുമ്പം നമ്മളൊന്ന് നോക്കണം, ഇത് വാസ്തവമാണോ, ഇതിൽ എന്തെങ്കിലും സത്യങ്ങളുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കണം. നിങ്ങളപ്പോൾ അവളോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങൾ കണ്ണ് കാണാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ബാക്കി എല്ലാവരും ശത്രുക്കളായിരുന്നു, രേണു മാത്രമുള്ള നിങ്ങൾക്ക് മിത്രം, രേണുവിനെ സംരക്ഷിക്കാന്നുള്ള ഒറ്റ ലക്ഷ്യം നിങ്ങൾക്കുള്ളായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ പറ്റിപ്പോയത്. നല്ല രീതിയിൽ നമ്മളെ കുത്തി പറയുകയും ഈ ഒരു സബ്ജക്റ്റ് വീണ്ടും കാരണം നമ്മളത് ക്ലോസ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന ആ ഒരു സമയത്ത് പോലും ഇതൊരിക്കലും ഈ ഒരു കാര്യം അണയാൻ പാടില്ല. ആളിക്കത്തുന്ന തീയിലേക്ക് വീണ്ടും മണ്ണെണ്ണ ഒഴിക്കുന്ന സ്വഭാവം നമ്മുടെ പല യൂട്യൂബേഴ്സും ചെയ്യുന്നത് കണ്ടിട്ടാണ്. ശരി, ഓക്കെ, എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു മൂന്നാമതൊരാളുടെ ആവശ്യം നമുക്ക് വേണ്ടല്ലോ. നമുക്ക് ഡയറക്റ്റ്ലി പോയി ബിഷപ്പിൻ്റെ അടുത്ത് സംസാരിക്കാം, ശരിക്കും എന്താണ് നടന്നത് എന്നുള്ളത്. ഇപ്പോൾ സജിന ചേച്ചിയായാലും ചേച്ചിയുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് പറയാം. ആ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ അന്ന് ബിഷപ്പിൻ്റെ വീട്ടിലോട്ട് ചെന്നത്. അപ്പോൾ ബിഷപ്പിൻ്റെ വീട്ടിലോട്ട് ഞങ്ങൾ ചെയ്തപ്പോൾ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല അദ്ദേഹം ഇത്ര നല്ല സ്നേഹത്തോടെ ഞങ്ങളെ സ്വീകരിക്കും എന്നുള്ളത്. കാരണം നിങ്ങൾ എല്ലാവരും കണ്ടതുപോലെ സോഷ്യൽ മീഡിയയിൽ പല രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ വെറുപ്പിച്ച് ഒരു കയറിൻ്റെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും എന്നുള്ള രീതിയിൽ നിന്ന് വലിക്കുന്ന 2 പേരാണ് ഈ പറയുന്നത് ഞങ്ങളും, കൂടാതെ ഈ പറയുന്ന ബിഷപ്പ് എന്ന് പറയുന്നത്. ഈ ഞങ്ങൾ ശരിയാണ്, ഇവർ രണ്ടറ്റത്ത് നിൽക്കുന്ന, ഒരു കാരൻ്റെ അങ്ങേയറ്റത്ത് ഇങ്ങേറ്റം നിൽക്കുന്ന പോലായിരുന്നു. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നവരായിരുന്നു. പക്ഷേ ബിഷപ്പ് ഇവർ പറയുന്നതൊക്കെ ഇങ്ങനെ പറയുന്നു, അദ്ദേഹത്തിന് ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ട്. പിന്നെ ശ്രീതു ഇപ്പോൾ ഇത് പറയാനുള്ളൊരു കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഇപ്പോഴും ഈ ഒരു കാര്യം പറഞ്ഞ് ഇത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. ഇത് കുറേ നാളുകൾക്ക് മുമ്പ് നടന്നു, ഇവർ ചെന്ന് ക്ഷമയും പറഞ്ഞു, അതിനുള്ള പ്രശ്നത്തിനുള്ള ആ ഒരു ക്ഷമ പറഞ്ഞാൽ അത് വീഡിയോ ചെയ്തപ്പോൾ പറയുകയും ചെയ്തായിരുന്നു. സജിനയ്ക്കുള്ളൊരു ഗുണം അതാണ്, സജിനയ്ക്ക് തെറ്റ് പറ്റിയും തോന്നി സജിന എന്ന് ക്ഷമ പറയാറുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു ക്വാളിറ്റി ഉണ്ട് സജിനയ്ക്ക്. ആ ഒരു ഇതുള്ളതുകൊണ്ടാണ് സജിന പോയ ക്ഷമ പറയുമ്പോൾ ശ്രീതു ഉണ്ടായിരുന്നെന്ന് കൂടെ ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് പോയതുമെല്ലാം. അങ്ങനെ പോയി ഇവർ ചെന്നപ്പം പറഞ്ഞു കേട്ടോ അദ്ദേഹം സ്വീകരിച്ചെങ്ങനെ. അതാ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മഹത്വം അതാണ്. അത് മനസ്സിലാക്കാതെ പോയൊരു വ്യക്തിയാരെന്നറിയോ, രേണുസുതിയാണ്.
രേണുസുതിയാണ് ആ മനുഷ്യൻ്റെ മഹത്വം മനസ്സിലാക്കാതെ പോയൊരു വ്യക്തി. പക്ഷെ അതിലൂടെ രേണുസുതിയിലൂടെ നിങ്ങളും അത് മനസ്സിലാക്കാതെ നിങ്ങളിരുന്നു. പക്ഷെ നിങ്ങൾ എന്ന് മുതൽ രക്ഷപ്പെട്ടെന്നറിയാവോ? നിങ്ങൾ അദ്ദേഹത്തെ പോയി കണ്ടു, നിങ്ങൾക്ക് ആ കാണാൻ തോന്നിച്ച ആ മനസ്സ്, അദ്ദേഹത്തെ പോയി നേരിട്ട് കാണാൻ നിങ്ങളെ തോന്നിച്ച ആ മനസ്സും, നിങ്ങൾ അദ്ദേഹത്തെ പോയി കണ്ട ആ നിമിഷം മുതൽ നിങ്ങളുടെ സമയം തെളിഞ്ഞു. നിങ്ങൾക്ക് ആ സമയം ഒരു ദൈവമാണ് പിന്നെ നിങ്ങൾക്ക് കൂട്ടിനുണ്ടായിട്ടുള്ളത്. അതുവരെ നിങ്ങളെ പിശാച് കിടന്ന് നിങ്ങളെ ഇങ്ങനെ അങ്ങോട്ട് കറക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. കാര്യം ഇവളുടെ കൂടെ നിൽക്കുന്നവരൊന്നും എന്നും അവർക്ക് അനുഭവിക്കാൻ ഇപ്പം തന്നെ ദാസേട്ടനെന്ന് പറഞ്ഞാൽ അങ്ങർക്ക് നെഗറ്റീവ് വാരിക്കൂട്ടി അങ്ങനെ ഭാര്യയ്ക്ക് വെളിയിൽ പോലും ഇറങ്ങിടക്കാൻ പറ്റാത്ത അവസ്ഥ പോലെ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ മറ്റേ പ്രജീഷ് ഇപ്രാവശ്യം എന്തോ വലിയ ഒരുപാട് കൊല്ലം കെട്ട് നിൽക്കാത്തതുകൊണ്ടായിരിക്കാം. പിന്നെ പ്രജീഷ് ഇതൊന്നും വിഷയമല്ലായിരിക്കും. ഇതിനു മുമ്പ് പ്രജീഷ് ഒരുപാട് കേട്ടതാണ്. പിന്നെ കൂടെ നടക്കുന്ന മറ്റവൻ അവന് പിന്നെ ഇതിന് വേണ്ടി നടക്കുന്നതാണെന്ന് തോന്നുന്നു, ഏറ്റവും കേൾക്കാൻ വേണ്ടി രേണുവിൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നവനാണ്. അതുകൊണ്ട് പക്ഷേ ദാസേട്ടൻ ഒരിച്ചിരി പെട്ടിട്ടുണ്ട്. ദാസേട്ടനെ ഒന്ന് വെളുപ്പിക്കാനായിട്ട് വന്ന് ഇൻ്റർവ്യൂ ഒക്കെ തന്നതൊക്കെയാണ് അതിനാണ്. അപ്പം നിങ്ങൾ ആ മനുഷ്യനെ ചെന്ന് കണ്ടു, അദ്ദേഹം ആ ഒരു പെരുമാറ്റം, അതുകൊണ്ടാണ് ആ ഒരു ക്വാളിറ്റി നമുക്കൊരു മനുഷ്യരുടെ നമ്മൾ അദ്ദേഹത്തിന് ആദ്യമേ കൊടുത്ത ഒരു ക്വാളിറ്റി എന്നറിയാം, ആ ഒരു സ്ഥലം അത് 1 രൂപ പോലും മേടിക്കാതെ അവർക്കത് ദാനമായിട്ട് കൊടുത്തതാണ് ആ മനുഷ്യൻ ചെയ്ത ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അതോടുകൂടിയാണ് നമുക്ക് ആ മനുഷ്യനോടുള്ള ഇഷ്ടം കൂടിയത്. അതിനുശേഷം അദ്ദേഹം വേറെയും കുറേ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാലും ആ മറ്റുള്ളവർക്ക് കൊടുത്തതിനേക്കാളും കൂടുതൽ സ്ഥലം കൊടുത്തത് ഇവർക്ക് തന്നെയാണ്. അതും അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്ന് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ആ സ്ഥലത്തിൻ്റെ നടുക്കായിട്ട് ഇപ്പോൾ ശ്രീതു പറയുന്ന ബാക്കി കാര്യങ്ങളുണ്ട്, നമുക്കത് കേൾക്കാം. ശ്രീതു പോയി കണ്ട കാര്യമാണ്. അപ്പം ഞാൻ പറയുന്നതിനേക്കാൾ ഇച്ചിരിയും കൂടെ ഒരു ജെന്യുവനായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും. കാര്യം ശ്രീതു അവിടെ പോയി കണ്ട കാര്യങ്ങളാണ് ശ്രീതു പറയുന്നത്. ഈ ഒരു വാക്കുകൾ പറഞ്ഞതിന് ബിഷപ്പിനോട് മാപ്പ് പറയുകയും ചെയ്തു. അതിനുശേഷം തെറ്റ് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ ഒരാൾ മാപ്പ് പറയുന്നത്. ഈ ഒരു മാപ്പ് അത് അംഗീകരിക്കുക എന്നുള്ള ആ ഒരു മനസ്സ്, ഒരാൾ ക്ഷമ പറയുമ്പോൾ അത് അംഗീകരിക്കണം എന്ന് പറയുന്ന ആ ഒരു മനസ്സാണ് നമ്മൾ അവിടെ കണ്ടത്. കാരണം ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തി ഇത്രയും കുറേ സഭകളുടെ ഒരു നേതൃത്വത്തിൽ അല്ലെങ്കിൽ സഭകളുടെ ഹെഡായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഈ ഒരു കാര്യം ക്ഷമിച്ചില്ലെങ്കിൽ അത് തന്നെ പാവം എന്നാണ് ശരിക്കും പറയാം എനിക്കും പറയാം. പക്ഷെ അദ്ദേഹം നല്ല മനസ്സോടെ അത് ക്ഷമിച്ചു എന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ പറയുന്ന തമ്മിൽ അടുപ്പിക്കാനും തമ്മിൽ അടിക്കാനും എല്ലാവർക്കും കഴിയും. അത് ക്ഷമിക്കാൻ കഴിയുക എന്ന് പറയുന്ന ആ ഒരു മനസ്സ് എത്ര പേർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ സംസാരിച്ച് വന്നതിന് ശേഷം സജീന ചേച്ചിയും ചേച്ചിയുടെ ലൈവിലൂടെ വരികയും കൂടാതെ ബിഷപ്പിനോട് മാപ്പ് പറഞ്ഞു എന്നുള്ളത് പബ്ലിക്കിൽ നിങ്ങളുടെ ഇടയിലോട്ട് ഇട്ട് തരികയും ചെയ്തു. ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പല വീഡിയോസിൻ്റെ താഴെയും വരുന്ന കമൻസ് ആണ്, നിങ്ങളന്ന് ചേർന്ന് ബിഷപ്പിനെ കുറ്റം പറഞ്ഞതല്ലേ. ഈ ഒരു കമൻസ് മാത്രമാണ് ഏറ്റവും കൂടുതലും. അതാണ് ഞാൻ പറഞ്ഞത്. ശ്രീതു പറയുന്നത് ഇപ്പോഴും ഞാനും കാണാറുണ്ട് കേട്ടോ, ഇവരുടെ വീഡിയോസൊക്കെ ഞാനും കാണാറുണ്ട്. അതിൻ്റെ താഴെ വന്നേക്കുന്ന കമൻറ്റുകൾ നമുക്ക് ഇപ്പോഴും നിങ്ങൾ അവരുടെ കൂടെ കൂടുന്ന അങ്ങനെ ഒരു സമയത്ത് പറ്റിപ്പോയി, ആ ഒരു തെറ്റ് പറ്റിപ്പോയി. സജിന വന്ന് പറഞ്ഞതാണ്, അവരുടെ വീഡിയോയിലൂടെ പറഞ്ഞാണ്. ഞാൻ ക്ഷമ പറഞ്ഞ് ശ്രീതു അങ്ങ് വീഡിയോ ചെയ്തതാണ്. ഇവരെല്ലാവരും അവിടെ പോയ കാര്യങ്ങളും എല്ലാം പറഞ്ഞതാണ്. അത്രയും പറഞ്ഞ് അവരെ ക്ഷമയും പറഞ്ഞു കഴിഞ്ഞ് അദ്ദേഹം അവരോട് ക്ഷമിക്കാനും തയ്യാറായി. പിന്നെ കമൻറ്റിലൂടെ വന്നേച്ച് അവരെ അങ്ങനെ പറയുന്നത് ശരിയല്ല, അതിനോട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാര്യം നമുക്ക് തെറ്റ് പറ്റും, മനുഷ്യരാണ്. അത് തിരുത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്. അതാണ് അവരുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി. ആ ഒരു തിരുത്തി അവരത് പറയാൻ കാണിച്ചേക്കുന്ന ആ ഒരു മനസ്സ്, ആ ഒരു ക്ഷമ പറയാൻ. സജിന കഴിഞ്ഞ ദിവസവും ഇവരുടെ ലൈവ് ഉണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഇവരുടെ ലൈവ് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലെന്നും യാദൃശ്യമായിട്ട് കണ്ടാണ് ശ്രീധുവിൻ്റെ ഇതിന്. അപ്പം ഞാൻ ഓർക്കുകയും ചെയ്തു, ഇവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ ലൈവ് വന്നേക്കുന്നു. ഇനി ഇവർ വീണ്ടും രേണുവിൻ്റെ എന്തെങ്കിലും വിഷയം കൊണ്ട് വന്നതാണോ എന്നറിയാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇവർ ലൈവിൽ വന്നവരോടെല്ലാം ഇങ്ങനെ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ഇവരെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്താണ് അന്നേരം വന്നത്. കാര്യം ഇവർക്ക് മനസ്സിലായി ഇവർ രേണുവിൻ്റെ കൂടെ വന്നിട്ട് കാര്യമില്ല, രേണു ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല, രേണു അത് നേരെ ആകുകയില്ല. ഇവരിനി അത് എത്ര ശ്രമിച്ചാലും രേണു നേരെ ആകത്തില്ല. രേണുവിന് ഈ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു പോയി. ഈ സോഷ്യൽ മീഡിയയിലൂടെ അഴിഞ്ഞാടി നടക്കുന്ന ആ ഒരു ടേസ്റ്റ് രേണുവിന് ഇഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് രേണു ഇനി ഇവരെന്നല്ല, രേണുവിൻ്റെ അപ്പൻ തങ്കച്ചൻ വന്ന് പറഞ്ഞാൽ പോലും രേണു അതിൽ നിന്ന് പിന്മാറുകയല്ല. പുള്ളിയുടെ പണി നോക്കാൻ പറയത്തേ ഉള്ളൂ. അത്രയ്ക്ക് അഹങ്കാരവും തൻ്റെ ഇടവും ഒക്കെ ആകുകയും ചെയ്തു. പുള്ളിക്കാരിക്ക് ഇത് ഇല്ലാതെ ഇനി പുള്ളിക്കാരിക്ക് പറ്റത്തില്ല സോഷ്യൽ മീഡിയ. ഇനി പുള്ളിക്കാരി ഇവിടുന്ന് ഔട്ടായി പോകണം, എന്നാൽ എവിടെയെങ്കിലും മൂലയ്ക്ക് കയറി ഇരുന്നോളും. അല്ലാതെ പുള്ളിക്കാരി ഇതിൽ നിന്നൊന്നും ഇനി ഒരിക്കലും പോകാൻ പോകുന്നില്ല. അപ്പം ആ ഒരു ആൾ ക്ഷമ പറഞ്ഞപ്പം ആ ഒരു ലൈവിൽ ഞാൻ കണ്ടായിരുന്നു ബിഷപ്പ് വന്നേച്ച് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടായിരുന്നു. ബിഷപ്പിൻ്റെ കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു, സഹോദരിമാരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, ധൈര്യമായിട്ട് നിങ്ങൾ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു. കാര്യം അതിനകത്ത് സജിന ഒന്ന് കണ്ണ് നിറയിച്ചിട്ട് സങ്കടപ്പെടുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് ബിഷപ്പ് വന്ന് കമൻറ്റ് ഇടുന്നത് ഞാൻ കണ്ടതാണ്. ബിഷപ്പിനെ ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് നെഗറ്റീവ് പറയുന്നൊരു ബിഷപ്പിനെ ഒത്തിരി മോശം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒത്തിരി മോശം സത്യങ്ങൾ അറിയാതെ ഇവരുടെ വീഡിയോയിലൂടെ കണ്ടും പിന്നെ ഈ രേണു പറയുന്ന കാര്യങ്ങളും കൂടെ കേട്ട് മാത്രം ഒരുപാട്
പേര് ബിഷപ്പിനെ ചീത്ത പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ശാപം ഇനി അവൾക്ക് കിട്ടാനായിട്ട് ഇരിക്കുന്നേ ഉള്ളൂ. അത് ഇനിയുള്ള ഇനി അനുഭവിക്കും. ഇപ്പം തന്നെ അവൾ നാറി നെറുകെട്ട് നിൽക്കുവാണ്. ഇനി ബാക്കിയും കൂടെ അനുഭവിക്കാണ്ട് കിടക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് ഈ ഇവർ അന്നേരം അതിനകത്തൊരു ബിഷപ്പ് പറഞ്ഞു, കേസിൻ്റെ കാര്യം പറയുന്ന കേട്ടു, അത് നമുക്ക് സജിന പറയുന്ന കേട്ടു, ഞാൻ ചെയ്ത് തെറ്റാണ്, എനിക്കറിയാം, ഞാൻ ചെയ്ത് തെറ്റിനുള്ള ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാണെന്നും പറഞ്ഞാണ് അവരെ പറയുന്നത്. അപ്പോൾ ബിഷപ്പ് പറയുന്നത് അത് നമുക്ക് മാറും, ആ കേസിൻ്റെ കാര്യങ്ങളൊക്കെ അത് തീരും എന്നുള്ള രീതിയിലാണ്. ഇവർക്ക് അനുകൂലമായിട്ടാണ് അദ്ദേഹം എന്നിട്ട് കമൻറ്റുകൾ മൊത്തം ഞാനത് കാണുകയും ചെയ്തതാണ്. അപ്പം അത്രയും സപ്പോർട്ടായിട്ട് ഇവരുടെ അടുത്ത് ഇപ്പം നിൽക്കുന്നിടത്ത് ഇനി ഇവരെ ഇങ്ങനെ പറഞ്ഞ് കുത്തി നോക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, തെറ്റുപറ്റും മനുഷ്യരാണ് ഈ പറയുന്നത്. എനിക്കാണെങ്കിലും തെറ്റുപറ്റും, നമ്മൾ ഈ കമൻറ്റ് ഇടുന്നവർക്കും ഒക്കെ തെറ്റുപറ്റും. തിരുത്താൻ ഒരു മനസ്സ് കാണിച്ചാൽ അത് പിന്നെ അവരെ കുത്തി നോക്കുന്നത് ശരിയല്ല കാണിക്കുന്നത്. ശരിയാണോ? അപ്പോൾ സജിന നമുക്ക് പറയുന്നതും കൂടെ നമുക്കൊന്ന് കേൾക്കാം കേട്ടോ. സജിന ഇപ്പോൾ പറയുന്നത് കേൾക്കാം, ആ സ്ഥലം അവർക്ക് കിട്ടിയേക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. സോറി, സജിനയല്ല, ശ്രീതു. ഇവർ തമ്മിലുള്ള പേര് എപ്പോഴും ഈ സജിന എന്നുള്ള. ശ്രീതുവിൻ്റെ വീഡിയോസ് ഞാൻ അങ്ങനെ നേരത്തെ റിയാക്ട് ഒന്നും ചെയ്തിട്ടില്ല. സജിനയുടെ കാര്യങ്ങളാണ് എപ്പോഴും പറയുന്നത്. ഇപ്പോൾ ശ്രീതു പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. ഇവർ പോയി കണ്ട കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ കൊടുത്ത വസ്തു ഞാൻ നേരിട്ട് പോയി കണ്ടതാണ്. ഒരിക്കലും ആരും ചെയ്യാത്ത കാര്യം. അദ്ദേഹത്തിന് അത്രയും ഏക്കർ സ്ഥലം അവിടെ ഉണ്ടായിട്ടും അതിൽ സെൻറ്ററിൽ അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്ന് തന്നെ ആ ഒരു വസ്തു അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അത് എന്തോ വലിയ ആ ഒരു വസ്തുവിൻ്റെ ഏതെങ്കിലും മൂലയ്ക്കോ മുക്കിനും കൊടുത്തിനെയും കൂടെ, കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സാണ് എനിക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത്. ആ റോഡിൻ്റെ സൈഡിൽ അദ്ദേഹം സെൻറ്ററിൽ തന്നെ ഒരു വസ്തു അദ്ദേഹം കൊടുത്ത് ആ ഒരു വീട് ഇന്നും അവിടെ ഉണ്ട്. ആ ഒരു വീട് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ചെയ്തല്ലോ എന്നുള്ള ആ ഒരു, കാരണം എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു ദാനം ചെയ്താലും ആ ഒരു മൂലയ്ക്ക് ഇരിക്കട്ടെ എന്നുള്ള ആ ഒരു സംഭവം. പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും തെറ്റായിട്ടുള്ള പ്രചാരണങ്ങൾ, കൂടാതെ ഞങ്ങൾക്ക് മീൻസ് എന്നെയല്ല, സജിന ചേച്ചിയോ രേണു ബിഷപ്പ് ഈ ഒരു സംഭവത്തിൽ മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഈ ഒരു കേസിൽ മാത്രം ആ ഒരു വസ്തു കൊടുത്തത്, കൂടാതെ ഈ ഒരു കേസ് സംബന്ധമായിട്ട് മാത്രം എന്തെങ്കിലും പുറത്തോട്ട് വരുന്നത് നിങ്ങൾ വിചാരിക്കുക ഇത് വെറുതെ ചുമ്മാ റീച്ചിന് വേണ്ടി മാത്രം പറയുന്ന ഒരു ശ്രീതു പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മറ്റുള്ളവർ നമ്മുടെ അതുൽ ഇതിനെപ്പറ്റി പറഞ്ഞായിരുന്നു, ബി പറഞ്ഞായിരുന്നു, പിന്നെ രാജ് ടാക്സ് എന്ന് പറഞ്ഞാൽ ടാക്സോ അങ്ങനെയാണ് തോന്നുന്ന ചേട്ടൻ്റെ ചാനലിൻ്റെ പേര്, ആ ചേട്ടനും പറഞ്ഞായിരുന്നു. പിന്നെ അങ്ങനെ കുറേ പേര് ഇതിനെപ്പറ്റി പറഞ്ഞായിരുന്നു. നമ്മുടെ സജിന ബീബി പറഞ്ഞായിരുന്നു, ഷെബീന ബീബി, സജിന ബീബി അല്ല ഷെബീന ബീബി പറഞ്ഞ പേരുകൾ മൊത്തം തെറ്റിപ്പോന്നു. ഷെബീന ബീബി പറഞ്ഞായിരുന്നു. അങ്ങനെ കുറേ പേര്, ഡാനി, അങ്ങനെ കുറേ പേര്, ഒത്തിരി പേര് ഇത് പറഞ്ഞായിരുന്നു, ഈ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഈ ഒരു മനുഷ്യൻ ആ സ്ഥലം കൊടുത്തേക്കുന്നതിനെ പറ്റി എനിക്കൊന്ന് അതിലൊക്കെ അവിടെ പോയി കാണുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്, ബിഷപ്പിൻ്റെ അടുത്ത് പോയിട്ടുള്ളതാണ്. അപ്പോൾ അത്രയും ഇതായിട്ടൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പം അതൊന്നും ആർക്കും അങ്ങോട്ട് വിശ്വാസമല്ലായിരുന്നു. ഇദ്ദേഹത്തെ സ്വന്തം കൂട്ടുകാർ തന്നെയാണ് ഇപ്പം ആ കൊടുത്ത സ്ഥലത്തിനെ പറ്റിയുള്ള ആ ഒരു സത്യാവസ്ഥ ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. ഇപ്പം ഇനി നിങ്ങൾ ബിഷപ്പിനെ കുറ്റം പറയുന്നവരും നിങ്ങൾ രേണുവിൻ്റെ സൈഡിൽ നിൽക്കുന്നവരും ഒന്ന് മനസ്സിലാക്കുക, അവരുടെ കൂടെ അവിടെ പോയി കണ്ടവരാണ്. കാര്യം അവരോട് പോയെന്നുള്ളതിന് തെളിവായിട്ട് അവരോട് ലൈവ് ചെയ്തായിരുന്നു. ഈ ബിഷപ്പിനോട് പോയി മാപ്പൊക്കെ പറഞ്ഞിച്ച് വന്നതിന് ശേഷം ഇവർ ലൈവ് ചെയ്തായിരുന്നു, സജിനയും ശ്രീതും പിന്നെ രേണുവും കൂടെ ഇരുന്ന്. അപ്പം അങ്ങനെ ആ ഒരു ലൈവ് ചെയ്ത സമയത്ത് അന്ന് രേണുവിനോട് ആരാണ്ടൊക്കെ വന്നിച്ച് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി എടുക്കുന്നൊക്കെ വെച്ചാൽ ഈ ബിഷപ്പ് ഓരോന്നും പറയുന്നതുകൊണ്ട് രേണു പറയുന്നത് കേട്ടിട്ടുണ്ട്. രേണുവിനോടുള്ള അന്ധമായ ഒരു സ്നേഹം കൊണ്ട് ഓരോരുത്തർ പറയുന്നതാണ്. അപ്പോൾ രേണു പറയുന്നുണ്ട് അങ്ങനെ ഇറങ്ങി കൊടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞ് ഇതെല്ലാം പറഞ്ഞാൽ അവൾ അവിടെ നിന്ന് ഒരിക്കലും ഇറങ്ങാൻ പോകുന്നില്ല. പിന്നെ നിങ്ങളൊന്ന് ചിന്തിക്കുക, രേണു ഇത്രയും ആ മനുഷ്യനെ ദ്രോഹിച്ചിട്ടും അദ്ദേഹത്തിന് വേണ്ടി സ്ട്രോങ് ആയിട്ട് നിന്നാൽ, കേസ് മുന്നോട്ട് കൊണ്ടുപോയാൽ രേണു അദ്ദേഹത്തെ പറയുന്നതിനുള്ള നഷ്ടപരിഹാരം കൊടുക്കുകയും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാം. നല്ലൊരു വക്കീൽ വന്ന് വാദിച്ച് ആ കേസ് മുന്നോട്ട് കൊണ്ടുപോയാൽ രേണുവിട്ട് നല്ല പണി കിട്ടും. എന്നിട്ടും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുന്നതല്ലാതെ അദ്ദേഹം ഒന്നും അനങ്ങാതിരിക്കുന്നില്ല എന്ന് വെച്ചാൽ അദ്ദേഹത്തിനൊരു മനസാക്ഷി എന്ന് പറഞ്ഞുള്ളതുകൊണ്ടാണ്. പക്ഷെ അത് മുതലെടുക്കലായിരുന്നു അവളുടെ പരിപാടി. ഇവർ രണ്ടുപേരും കൂടെ ഉള്ളതായിരുന്നു. അവൾക്ക് ഇച്ചിരിയും കൂടെ ഒരു ഇതായിട്ട് കിടന്ന് അവളെ ഇളയിക്കൊണ്ടിരുന്നത്. കാര്യം ഇവരുടെ ചാനലിലൂടെയും കൂടെ വരുമ്പോഴത്തേക്ക് ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ ബോധമുള്ള ആരും സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ബോധമുള്ള ഇപ്പോൾ ആ സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്, സത്യാവസ്ഥ എന്നാന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അതനുസരിച്ച് ഇപ്പോൾ ഓരോരുത്തർ തിരിഞ്ഞിരിഞ്ഞ് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഞാൻ പറയാം, അവരൊരു സ്ത്രീയാണ്. ഇനി നമുക്ക് ഒരു സ്ത്രീയെ ഇത്ര പറയേണ്ട കാര്യമില്ല. അവർ കാണിച്ചു കൂട്ടുന്ന കോലത്തിനാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും പറയില്ല. എത്രയോ പേരുണ്ട് ഇങ്ങനെ ഈയിടയ്ക്ക് നമ്മുടെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ഷാനവാസും ലക്ഷ്മിയും ഒരു വീഡിയോ ചെയ്തായിരുന്നല്ലോ, എത്ര ഭംഗിയാണ് കാണാനായിട്ട്. അതിലേതെങ്കിലും ഒരു ക്ലിപ്പ് അവർ കെട്ടിപ്പിടിക്കുന്നതോ അല്ലെങ്കിൽ അവർ ഓടിച്ചാടി എവിടെയെങ്കിലും മാറി നിൽക്കുന്നതോ, ഈ ലക്ഷ്മി ഷാനവാസിൻ്റെ തോളെ കയറി നടക്കുന്നതോ, അല്ലെങ്കിൽ ഷാനവാസ് ലക്ഷ്മിയെ ചെന്ന് ചുമ്മാ ഈ വീഡിയോ എടുക്കുന്നതിന് പുറമെ
ഇവള് കാണിക്കുന്ന മാതിരി അതിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി അല്ലാതെ അങ്ങനെ എന്നേലും ഒരു സീൻ ആരെങ്കിലും കണ്ടായിരുന്നു? അതൊക്കെ അവർക്ക് അഭിനയിക്കാൻ വരുന്നത് അതിൻ്റേതായ മാന്യതയോടുകൂടിയാണ് അവർ വരുന്നത്. പക്ഷെങ്കിൽ ഇവളങ്ങനല്ല, ഇവളാ അഭിനയിക്കുന്നിടത്തും കാണിക്കും, അതിന് പുറത്തും ഇതൊക്കെ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു ഇത് മുഴുവൻ നമ്മൾ കണ്ടതാണ്. ഇവക്കിട്ട് തന്നെയാണ് കടിക്കുന്ന പട്ടിയെ കാശ് കൊടുത്ത് മേടിച്ച മാതിരിയാണ് രേണു വിളിച്ചു വരുത്തിയ ആൾക്കാരാണ്, മീഡിയക്കാരാണ് ആ കാര്യങ്ങളെല്ലാം പുറത്തു വിട്ടേക്കുന്നത്. രേണു ഇപ്പോൾ പറഞ്ഞത്, രേണു ഇവര് പറച്ചിൽ കേട്ടാൽ തോന്നും രേണു ഒന്നും ചെയ്തില്ല, പാവത്താനെ പോലെ ഇരിക്കുന്ന രേണുവിനെ അങ്ങ് ഏറി നിർത്തിയേക്കുമെന്ന് പറയുന്ന കേട്ടത്തൊന്നും പാവത്താനെ പോലെ നിൽക്കുന്ന പാവം കൊച്ചിനെയാണല്ലോ എന്നുള്ളത്. അപ്പം ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ കൂടുതലും വന്നത് കേട്ടോ. ശ്രീതു പറഞ്ഞ കാര്യം പറയാൻ വേണ്ടിയാണ് കൂടുതലും വന്നത്. കൂടെ രേണുവിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പം അതുകൊണ്ട് അങ്ങ് റിയാക്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ച്. രേണു ഇങ്ങനെ വീട്ടിലിരിക്കുന്ന ആണുങ്ങളെയും അവരുടെ മക്കളെയും ഒക്കെ പറയുമ്പോഴത്തേക്ക് എവിടുന്നേലും ഒക്കെ ഈ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് നല്ല കീറ് മേടിച്ച് കിട്ടുമ്പോഴത്തേക്ക് മര്യാദയ്ക്ക് ഇരുന്നോളും. അന്നേരം നിർത്തിക്കോളും ഈ വീട്ടിലുള്ള ആണുങ്ങളെയും അവരുടെ മക്കളെയും വിളിച്ചുള്ള ഓരോ വർത്തമാനം പറച്ചിൽ. രേണുവിനൊരു കമൻറ്റ് ഇട്ടാൽ രേണു ആ കമൻറ്റ് ഇടുന്ന ആടെ അമ്മയ്ക്കാണ് വിളിക്കുന്നത്, ഇല്ലെങ്കിൽ അവർ വീട്ടിലുള്ള രേണുവിൻ്റെ വീട്ടിലുള്ള ആരും ഒന്നും പറയാൻ നിൽക്കുക, രേണു കാണിക്കുന്നത് മാത്രമേ പറയുന്നുള്ളൂ. അതിന് രേണു അവരുടെ വീട്ടിലുള്ള അമ്മയെ അല്ലെ ഒത്തിരി പേര് ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്നാത്തിനാണ് ഈ വീട്ടിലുള്ളവരെ പറയുന്നതെന്ന്, നിനക്ക് നാണമില്ല, നിങ്ങൾ കാണിച്ചിട്ടല്ലേ ആൾക്കാർ നിങ്ങൾക്ക് ഇങ്ങനെ കമൻറ്റ് തരുന്നേ എന്നും പറഞ്ഞുകൊണ്ട്. എന്നാണേലും ഈ പുള്ളിക്കാരിയുടെ കഥ എത്ര പറഞ്ഞാലും തീരുകയില്ല. വീണ്ടും 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 ഇങ്ങനെ ഇവർ കണ്ടൻറ്റ് തന്നുകൊണ്ടേയിരിക്കും. അതനുസരിച്ച് നമ്മളത് റിയാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.